ഓ ഗായ്സ്, ഇന്ന് അമ്മയുടെ പിറന്നാളായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ അമ്പലങ്ങളിൽ പോയിട്ട് വന്നേ. ഒരമ്പലത്തിൽ പോകുന്ന പറഞ്ഞ് തുടങ്ങിയതാ, അവസാനം കുറെ അമ്പലത്തിൽ പോയി. എന്റെ നെറ്റിയിൽ ചന്ദനം കണ്ടാൽ മനസ്സിലാവും. ഇത്രയും ചന്ദനം വന്നത് എല്ലാ അമ്പലത്തിലും കയറി ഇട്ടിട്ടിട്ടിട്ടു അവസാനം നെറ്റി ഫുൾ നിറഞ്ഞു ഗായ്സ്. ഇത് ഞാൻ അമ്പലത്തിൽ പോകുന്നതിൻ്റെ മുമ്പേ എടുത്ത വീഡിയോ കണ്ട, ചന്ദനമൊന്നുമില്ല. അപ്പം ആദ്യം ഞങ്ങൾ പോയത് വൈക്കത്തോട് അമ്പലത്തിലാണ് ആദ്യം പോയത്. അങ്ങനെ അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ അമ്പലത്തിൽ കയറി. ഇതെൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത അമ്പലമാണിത്. ഇവിടെ ഞാൻ എന്നാലും ഇപ്പം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് തന്നെ. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങി അമ്മ ചന്ദനമൊക്കെ ഇടുക. പായസമൊക്കെ കിട്ടിയില്ലേ അമ്പലത്തിൽ നിന്ന്? അച്ഛനെ കഴിപ്പിച്ചെന്നാലും പായസമൊക്കെ കിട്ടി. ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ പിന്നെ നിന്നിട്ട് അടുത്ത അമ്പലത്തിൽ പോയത്. അടുത്ത ഞങ്ങൾ പോയത് പാലത്തറ അമ്പലത്തിലാണ് പോയത്. അങ്ങനെ അവിടെ എത്തി അമ്മ പോയി അർച്ചനയൊക്കെ എഴുതിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി. ഇത് അമ്മയുടെയൊക്കെ കുടുംബക്ഷേത്രമാണിത്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് അവിടെയൊക്കെ കറങ്ങി നടന്ന് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോഴത്തേക്ക് മഴ ഭയങ്കരമായിട്ട് പൊടിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇറങ്ങി മണ്ണാണിക്കുളം അമ്പലത്തിൽ പോയി. മണ്ണാണിക്കുളം അമ്പലത്തിൽ ഓൾറെഡി ഞാൻ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കയറി തൊഴുതിറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പായസം കിട്ടി. അമ്മയുടെ പിറന്നാളായിട്ട് ഇന്ന് കുറേ പായസങ്ങൾ കിട്ടിയിട്ടുണ്ട്. വൈകിട്ട് അമ്മ വരുമ്പോഴത്തേക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് പായസം ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചാൽ, പക്ഷെ അമ്പലത്തിൽ നിന്ന് പായസം കിട്ടുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയില്ല. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ പായസവും അർച്ചനയ്ക്ക് കിട്ടിയ പഴവും ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. പച്ചപ്പഴം. വൈകുന്നേരം ആയപ്പം മാമി ഗണപതി ഹോമം കൊടുത്തു വിട്ടു. മാമൻ്റെയും പിറന്നാൾ ഇന്ന് തന്നെയാണ്. മാമി എല്ലാ തവണയും പായസം വെച്ച് തന്നു വിടും. ഈ തവണ മാമി ഗണപതി ഹോമമാണ് തന്നു വിട്ടത്, പായസം വെച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഗണപതി ഹോമം കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.